ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് റോസ് വാട്ടറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. റോസ് വാട്ടർ ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ. റോസ് വാട്ടർ നമുക്ക് പല ഉപകാരത്തിനും എടുക്കാൻ പറ്റും. അതായത് കല്യാണങ്ങൾക്കും പിന്നെ വീട്ടിൽ പൂജകളോ അല്ലെങ്കിൽ പൂജകൾക്കൊക്കെ പനിനീര് തളിക്കുന്നത് നമ്മുടെ ഹിന്ദുക്കളുടെ വീട്ടിൽ ഹിന്ദുക്കളുടെയാണ് എല്ലാവരെയും ചെയ്യുമെന്ന് എനിക്കറിയില്ല. പ്രത്യേകമാണല്ലോ, പ്രത്യേകതയാണല്ലോ. അപ്പോൾ അതേമാതിരി തന്നെ ഫുഡിലൊക്കെ നമ്മൾ റോസ് എസൻസ് ചേർക്കും. അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. വീട്ടിൽ പല വിധത്തിലും ആൾക്കാർ പിന്നെ ഉണ്ടാക്കുന്നുണ്ട്. ചിലവർ വെറുതെ റോസ് പൂക്കൾ തിളപ്പിച്ചെടുത്തിട്ട് അത് കൈകൊണ്ട് പിഴിഞ്ഞെടുത്തിട്ട് അത്, പക്ഷേ അതത്ര ഗുണം ഉണ്ടാവില്ല, പെട്ടെന്ന് കേടുവരും. ഇതെന്ന് പറയുന്നത് പ്യോർ വാട്ടറിൻ്റെ കളറാണ് കേട്ടോ. അപ്പം അത് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം. നല്ല വാസനയായിരിക്കും, അടിപൊളി വാസനയാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത് നോക്കിയിട്ടുള്ളത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഇത് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും അതേപോലെ തന്നെ ചെയ്ത് നോക്കും. പക്ഷെ വളരെ കുറച്ചേ കിട്ടുള്ളൂ. ഇതന്നെ പല മെത്തേഡിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഐസ് വെച്ചിട്ട് ചെയ്യും. ഞാനിപ്പോൾ ഗ്യാസിൽ കത്തിച്ച് വെച്ചിട്ടാണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക. പാത്രം എടുത്തിട്ട് ഒരു മൂടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂടിയില്ല, അതുകൊണ്ട് ശരിക്കും അറിയില്ല. ഒട്ടും പുറത്തേക്ക് ആവി പോകാൻ പാടില്ല. ഉള്ളിലേക്ക് പോയി ആ ആവി വെള്ളത്തിൽ നിന്നാണ് നമ്മുടെ റോസ് വാട്ടർ ഇങ്ങനെ പാത്രത്തിലേക്ക് വീഴുന്നത്. ഇങ്ങനെ വേണം വീഴാൻ. അപ്പോൾ നമ്മൾ ആ ഹോൾ എന്താണ്, ചെറിയൊരു ഹോൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഗ്ലാസിൻ്റെ മൂടിക്ക്. അപ്പോൾ അതിൻ്റെ ആ ടോപ്പിൽ നമ്മൾ പപ്പടം അല്ലെങ്കിൽ മൈദയൊക്കെ കുഴച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കുക. അതല്ലെങ്കിൽ ഗ്രാമ്പ് വെച്ചാലും മതി. ഗ്രാമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആവി പുറത്തേക്ക് പോകില്ല. വേറെ എന്തെങ്കിലും മെത്തേഡ് ചെയ്യണം. എനിക്കറിയില്ല. ഇത് ഈ പാത്രത്തിൻ്റെ മൂടി പൊട്ടിപ്പോയിട്ട് രണ്ടാമത് എടുത്തതാണ്. വേറൊരു പാത്രത്തിൻ്റെ മൂടിയാണ് ഞാൻ എടുത്തത് കേട്ടോ. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് നോക്കാം, എന്താ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം കേട്ടോ. കത്തിച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ലോ ഫ്ലെയിമിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തള വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിടണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടാൽ ആണ് നല്ലത്. അപ്പം നമുക്കത് പിന്നെ വളരെ സാവധാനത്തിൽ തിളച്ചിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം നമ്മളൊരു ഗ്ലാസ്സിൽ ഒഴിക്കുന്ന 20 മിനിറ്റെങ്കിലും തിളയ്ക്കണം. അപ്പോൾ ചിലപ്പോൾ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, പൂ കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ വേറെ മണമൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അത് വെച്ചിട്ട് വേറെ എവിടെയും പോകരുത്. നന്നായിട്ട് ഇത് തിളയ്ക്കുന്ന വരെ നമ്മൾ അവിടെ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നന്നായി ശ്രദ്ധിക്കണം. അപ്പം നമുക്കിനി ഗ്യാസിലേക്ക് വയ്ക്കാം കേട്ടോ. ഗ്യാസിൽ വെച്ച് ഇങ്ങനെ കത്തിക്കാൻ പോവാണ്. കണ്ടെന്ന് അടുക്കാണ്. ഓരോ തുള്ളിയും വെള്ളം കിട്ടിയിട്ടുള്ളൂ എനിക്ക്. വെള്ളം ഒഴിച്ച് 5 പൂവിൽ നിന്ന് കിട്ടിയ നീരാവിയാണിത്. ഇതാണ് നമ്മുടെ, ഓ എന്താ സ്മെല്ല് എൻ്റെ അമ്മേ. ഇവിടെ വീട് മുഴുവനും പനിനീരിൻ്റെ മണം വരുമല്ലോ. ഇതാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അത്രയുണ്ട്. ഇതാ നല്ല ചൂടാണ്. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുപ്പിയിലാക്കി വയ്ക്കാം. പ്യോർ വാട്ടറാണിത്. ഇതാ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു കുപ്പിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ പനിനീർ പൂ, എനിക്ക് ഇഷ്ടം പോലെ പനിനീർ പൂ ഉണ്ടായിരുന്നതാ. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഉണ്ടാക്കാൻ തോന്നിയില്ല. അപ്പോൾ ഒരു പാണ്ടിക്കാരൻ വന്ന് പറമ്പൊക്കെ ക്ലീൻ ചെയ്തതാ. അയാൾ കടയോടുകൂടി പറിച്ച് എവിടെയാ കളഞ്ഞ് ഞാൻ കുറേ കൂന മാതിരി പുറത്ത് കൊണ്ടിട്ടു. അതുപോലും ഞാനൊക്കെ നോക്കിയതേ വെള്ളം പറ്റിയിട്ടോ. വെള്ളം നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒരു ഗ്ലാസ് ഒഴിച്ചോളൂ. തെറ്റിപ്പോയതാണ്. ഒരു തുള്ളി പനീരിന് വേണ്ടി എൻ്റെ പാത്രത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ. കണ്ടോ, അതാ ഞാൻ പറഞ്ഞത്. വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഫുൾ ഒഴിക്കുക. എനിക്കിപ്പോൾ അത് കിട്ടിയത് ഇത്രയാണ്. എന്തൊരു വാസന, നല്ല വാസന കേട്ടോ. അടിപൊളി വാസന എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. അത്രയും നല്ല നിൽക്കാൻ പറ്റില്ല എന്നല്ല, നല്ല വാസനയാണ്. പനീർ പൂവും മറ്റേ റോസൊക്കെ ഉപയോഗിക്കാം. നമ്മൾ നല്ലോണം കഴുകണം. കാരണം അതിൽ ചെറിയ പ്രാണികളോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ മുഖത്തൊക്കെ പറ്റുമ്പോൾ പ്രശ്നം വരും കേട്ടോ. അതുകൊണ്ട് നന്നായി ക്ലീൻ ചെയ്യണം. അത് 2-3 പ്രാവശ്യം വെള്ളത്തിൽ ഒഴിച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ട്രെയിൻ പോണ ശബ്ദം കൊണ്ട് കളഞ്ഞത് ഞാൻ അവിടെയൊക്കെ എന്നിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് കിടക്കല്ലേ. പുല്ലൊക്കെ എന്തെങ്കിലും പ്രാണികളൊക്കെ കാണാൻ പറ്റില്ലല്ലോ. ഫുള്ള് ആ ചെടി അങ്ങനെ പോയി ഉണ്ടാവും. ഞാൻ വേറെ കമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വേറെ സ്ഥലത്തുണ്ട്. അത് നമ്മൾ നടക്കുവാണ് ഞാൻ എടുത്തത്. എന്നിട്ട്
നമ്മൾ എനിക്ക് 5 പൂവേ കിട്ടില്ല, ഒരു 10-15 പൂവൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം കുറേ കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഫുള്ള് വെള്ളം മതിയാവും. ഇതിലൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്നിട്ടത് നീരാവിയായിട്ട് അങ്ങനെ വീഴണം. ഇതെങ്ങനെയാണ് വെള്ളം ഒഴിക്കുന്നത്, പാത്രം വെച്ചിട്ട് ഇത് റോസ് പൂവ് ചുറ്റും ഇടണം. അതിൻ്റെ നടുക്ക് ഒഴിക്കുന്ന വെള്ളം മാത്രം പാത്രത്തിലാവാതെ ഒഴിക്കണം. ഞാൻ ഒറ്റ കയ്യിൽ ചുറ്റും ഒഴിക്കണം, എന്നിട്ട് നടുക്ക് ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ. ആ പാത്രത്തിൻ്റെ നടുക്ക് ഇങ്ങനെ അടയ്ക്കരുത്, അതേമാതിരി ഇങ്ങനെ അടയ്ക്കുക. ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിലൊരു ഗ്രാമ്പോ അല്ലെങ്കിൽ പപ്പടോ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടി എന്തെങ്കിലും ഇതാക്കിയിട്ട് ചപ്പാത്തി മാവിൻ്റെ അതായത് ഹോൾ അടയ്ക്കണം. ഞാനൊരു ഗ്രാമ്പുമാണ് ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പോലും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് എനിക്ക് കിട്ടിയത്. ഇത്രയുമാണ് എനിക്ക് കിട്ടിയതാണ്. കഷ്ടപ്പെട്ടിട്ട് ഇത്രയാണ് കിട്ടിയത്. വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് അത് വെക്കണം. അതിനാണ് പാത്രം കൂടെ ആവി പോകാൻ പാടില്ല. ഞാൻ ഗ്ലാസ് ഓരോ തുള്ളിയായിട്ട് നീരാവി ഇങ്ങനെ വീഴാതാണ്. നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുക. നല്ലോണം ടൈറ്റ് ആയിട്ട് അടയ്ക്കണം. മൂടി വേണം. അതിന്റെ ഹോളുള്ള അതേമാതിരി വേണം. അതിൽ നമ്മൾ പാകമുള്ള ഗ്രാമ്പ് വെച്ചാൽ മതി. അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും ആ ഹോളൊന്ന് അടച്ചു വെച്ചാൽ മൈദ കലക്കിയിട്ട് അതിന് കേട് വരാതെ ചുറ്റും അതേമാതിരി മൈദ ഉണ്ടാവുമല്ലോ. പുറത്തേക്ക് പോകാൻ പാടില്ല. നീരാവി നമ്മുടെ ആ പാത്രത്തിലേക്ക് വീഴണം. അതാണ് നമ്മുടെ റോസ് വാട്ടർ. ഓക്കെ, താങ്ക് യു സോ മച്ച്.